ഞാനും മാഷയും കൂടെ നാട്ടിലേക്ക് മക്കളെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് മക്കളെ നാട്ടിൽ വിട്ടതാണ് കഴിഞ്ഞ മാസം. പക്ഷേ ഈ ഒരു മാസം ഒരുപാട് നമുക്ക് അവരെ മിസ് ചെയ്തിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞു പോയ പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട ബസവ എക്സ്പ്രസ്സിൽ ഒരു 9 മണിയായപ്പോൾ രാവിലെ നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിലെത്തി. ബാംഗ്ലൂർ നമ്മൾ 2013 മുതൽ 2020 വരെയുള്ള 7 വർഷക്കാലം നമ്മൾ ബാംഗ്ലൂരായിരുന്നു. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എന്നും നമുക്കൊരു നൊസ്റ്റാൾജിക് സിറ്റി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 4 വർഷമായിട്ട് ഗുൽബർഗ പോയതിന് ശേഷം അധികമൊന്നും ബാംഗ്ലൂർ വന്ന് കാണാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് ഇവിടുത്തെ KSRTC മജസ്റ്റിക്കിലുള്ള ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഇറങ്ങി. പണ്ട് ഒരുപാട് നടന്ന വഴികളാണ് കേട്ടോ മജസ്റ്റിക് ബസ് സ്റ്റാൻഡും അതിൻ്റെ ചുറ്റുപാടുകളുമൊക്കെ. ആദ്യമായിട്ട് നമ്മൾ വന്നത് ഇവിടുത്തെ KNC കർണാടക നഴ്സിംഗ് കൗൺസിലാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ അവിടെ ചെലവഴിച്ച ശേഷം ഏകദേശം ഒരു 11:45 ആയതോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആദിമോനും ആമിമോളും ഉണ്ടാകുന്നതിന് മുന്നേ ഞാനും ആഷിയും ഒറ്റയ്ക്ക് ബാംഗ്ലൂർ താമസിക്കുന്ന സമയത്ത് ഒരുപാട് തവണ ഈ മജസ്റ്റിക്കും ഈ ഏരിയയും ഈ കടകളിലൊക്കെ വരികയും ഒരുപാട് സാധനങ്ങൾ അക്കാലത്ത് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഏരിയയും ഈ നടവഴികളും ഈ കടകളൊക്കെ നമുക്ക് പഴയ ഒരുപാട് ഓർമ്മകൾ തിരിച്ചു തന്നു. അങ്ങനെ പോത്തീസിന് മുന്നിലുള്ള അയ്യങ്കാർ സ്ട്രീറ്റിലൂടെ നമ്മൾ ഒരുപാട് നടന്നതിന് ശേഷം അവസാനം നമ്മുടെ ചിക്പേട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഷോപ്പിങ്ങിന് അധിക സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോരാൻ ഒരുങ്ങി. വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്, ഒരു മരത്തിൻ്റെ മുകളിൽ ചകിരി കളഞ്ഞ തേങ്ങ പോലെയുള്ള ഒരു കായ തൂങ്ങി നിൽക്കുന്ന ഒരു രംഗം കണ്ടു. എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. വരുന്ന വഴി ആമിക്കും ആദിക്കും കുറച്ച് സാധനങ്ങളൊക്കെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും മേടിച്ച് നമ്മൾ ഷട്ടിൽ സർവീസ് സാറ്റലൈറ്റിലേക്ക് പോകുന്ന ബസ്സിൽ കയറി നേരെ പോയത് പിന്നീട് സാറ്റലൈറ്റിലേക്കാണ്. സാറ്റലൈറ്റിൽ എത്തിയതിനു ശേഷം അതിനകത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് അകത്ത് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നീട് പോയത് തൊട്ടടുത്തുള്ള നിസ്കാര പള്ളിയിലേക്കാണ്. പണ്ട് ബാംഗ്ലൂരിലുള്ള സമയത്ത് സ്ഥിരമായിട്ട് വരുന്ന പള്ളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നവീകരിച്ച് പുതിയൊരു രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റിയത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏകദേശം 3:25 ആയപ്പോഴത്തേക്ക് നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ബസ്സിൽ കയറി ഒരു ഒറ്റ ഉറക്കമായിരുന്നു. രാത്രി കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ വീട്ടിലെത്തി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആമിയും ആദ്യം നമ്മളെ കണ്ടപ്പോഴുള്ള ആ ഒരു രംഗം, അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. तेरी याद सतावे